ഒരു ആക്ടർ എന്ന് പറയുന്നത് ഹി ഓർ ഷീ കംസ് അവർ ആക്ട് ചെയ്യുന്നു കഴിയുന്നു. പക്ഷെ ഒരു ഡയറക്ടർക്കാണ് ഒരു സെറ്റിൽ കംപ്ലീറ്റ് നിയന്ത്രണങ്ങൾ എന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് കേൾക്കാറുണ്ട് വളരെ സ്റ്റിഫായിട്ടുള്ള, അതായത് ആദ്യ സിനിമയും 10ാമത്തെ സിനിമയും 50ാമത്തെ സിനിമയും ഒക്കെ തമ്മിലൊരു ആക്ടർ പേഴ്സണലി അയാൾക്ക് അതാരാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരു ഡയറക്ടറെ പോലെ തന്നെ. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരി എന്ന രീതിയിൽ കാണുന്ന ആക്ട്രസസ് ലൈക്ക് അവരെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള മനുഷ്യ പ്രകൃതിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ സ്വന്തം കൺവിക്ഷൻസ് ആണ് ശരി എന്ന പോലെയുള്ള സംഭവങ്ങൾ സെറ്റുകളിൽ ഉണ്ടാവാറെന്നുള്ളത് നമ്മൾ പല സ്ഥലങ്ങളിൽ വായിക്കാറുണ്ട്. ചില വീഡിയോസൊക്കെ പുറത്തൊക്കെ വരാറുണ്ട്. ഞാൻ സാറിനോട് ഏത് സിനിമ ഏത് സെറ്റ് അങ്ങനെയൊന്നുമല്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അതും സംഭവിക്കാറില്ല. അത്തരം സംഭവങ്ങളും സാറ് ഡീൽ ചെയ്യേണ്ട വരില്ലേ? തീർച്ചയായും ഉണ്ടാവുമല്ലോ, കാരണം അതൊരു സംഘകല കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഞാൻ കാണുന്നത് ഒരു ഫിലിം മേക്കറുടെ സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അതിൽ ഒരുപാട് ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഒരുപാട് ആളുകളുടെ മനസ്സ്, ക്രിയേറ്റിവിറ്റി ഒക്കെ ചേർന്നിട്ടാണത് പ്രകാശിതമാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഡയറക്ടറുടെ വിഷൻ എന്താണെന്നുള്ളത് തുടക്കം മുതലേ അസർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അത് സെറ്റിൽ വന്നിട്ടല്ല ഉണ്ടാവേണ്ടത്. അതിന് മുമ്പിലുള്ള പ്രിപ്പറേഷൻസും അതിന് മുമ്പിലുള്ള ആക്ടറുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഡയറക്ടർ എന്തുമാത്രം ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയുള്ള വിഷൻ ഉണ്ടെന്നനുസരിച്ചിരിക്കും അഭിനേതാവിന് അതിലൊരു കംഫർട്ട് ലെവൽ ഫീൽ ചെയ്യാൻ. അതില്ലാതെ വരുമ്പോഴാണ്, കാരണം അവരുടെയും കൂടി ഒരു കരിയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണത്, അവരുടെ ഒരു റിസ്ക്കും കൂടി അതിനകത്തുണ്ട്. സോ നാച്ചുറലി ദേ അസർട്ട് സർട്ടൻ തിങ്സ് വിച്ച് ദേ ഡോണ്ട് ബിലീവ് ദറ്റ് ദ ഡയറക്ടർ ഹാസ് തോട്ട് ത്രൂ. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്.